Hi students, today we will discuss specific domain specific IoTs. Domain specific means specialized to a particular application domain. Suppose we are developing an IoT device or IoT system, and that application or that system belongs to a particular group of applications, and that group is known as a domain. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ആക്യുറേറ്റ്. ഒരു ആക്യുറേറ്റ് ഡെഫിനേഷനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. ഇപ്പോൾ ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജ് മീൻസ് ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ HTML എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡൊമൈൻ സ്പെസിഫിക്. നമുക്കറിയാം ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് മാത്രമേ, ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രമേ നമ്മൾ HTML എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. അപ്പം പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് എന്ന് പറയില്ല നമ്മൾ. പ്ലാറ്റ്ഫോം മീൻസ് സോഫ്റ്റ്വെയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം ഓരോ ആപ്ലിക്കേഷൻസ് ഇന്ന പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യും. ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് അതിൻ്റെ ചെയ്യില്ല, വർക്ക് ചെയ്യില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. സോ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്യാതെ വർക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഡൊമൈൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കേഷൻ, അതാണ് ഇവിടെ മീനിങ് ഉള്ളത്. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഒരു IoT സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു IoT സിസ്റ്റം ഏത് ദറ്റ് ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ഡൊമൈൻ, അതാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാരിറ്റി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക്കാവേണ്ട. നെക്സ്റ്റ് സെഷൻ മുതൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ IoT ആപ്ലിക്കേഷൻസ് ഫോർ, ഇപ്പോൾ നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന IoT ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഹോം അപ്ലയൻസസ്, സിറ്റീസ്, എൻവയോൺമെൻറ്റ്, എനർജി സിസ്റ്റംസ്, റീറ്റെയിൽ, ലോജിസ്റ്റിക്സ്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇതാണ് ആക്ച്വലി നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡൊമൈൻ ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോം അപ്ലയൻസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹോം അപ്ലയൻസസിന് വേണ്ടിയിട്ടുള്ള ഹോം അപ്ലയൻസ് കൺട്രോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിറ്റീസ്, ഒരു സിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എൻവയോൺമെൻറ്റ് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എനർജി സിസ്റ്റംസ്, controlling and monitoring of energy generation, storage and all. Retail system controlling, monitoring and controlling and logistics, industry applications, agriculture applications, health and lifestyle applications. So when we are talking about the domain of IoT, നമുക്ക് എന്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും? ഈ ഒരു കാറ്റഗറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ ഹോം ഒരു ഡൊമൈനാണ്, സിറ്റീസ് ഒരു ഡൊമൈനാണ്, എൻവയോൺമെൻറ്റ് ഉള്ളൊരു ഡൊമൈനാണ്, എനർജി സിസ്റ്റംസ് അതൊരു ഡൊമൈനാണ്, റീറ്റെയിൽ ഇറ്റ്സ് അനദർ ഡൊമൈൻ, ലോജിസ്റ്റിക്സ്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽസ് ആർ ഡിഫറെൻറ്റ് ഡൊമൈൻ ഓഫ് ആപ്ലിക്കേഷൻസ്. അപ്പം IoTന് ഡിഫറെൻറ്റ് ഡൊമൈൻ ഓഫ് ആപ്ലിക്കേഷൻസാണ് ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ ഡൊമൈനായിട്ടും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാം. ഓരോ ഡൊമൈനിനകത്തും 2-3 എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു IoT ഡൊമൈൻ എന്ന് പറയുന്ന സാധനം, ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിളാണ്. കാരണം അതിൻ്റെ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻസൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻസ് നമ്മൾ പ്രോജക്റ്റിനകത്തും അല്ലാതെയൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് നോക്കാം ഓരോരോ ഡൊമൈൻ ഓഫ് ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഹോം അപ്ലയൻസസ്, ഹോം ഓട്ടോമേഷൻസ്. സോ ഇൻ ഹോം ഓട്ടോമേഷൻസ് application domain, IoT applications for സ്മാർട്ട് ഹോംസ്. ഇപ്പോൾ സ്മാർട്ട് ഹോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ആക്ച്വലി ഹോം ഓട്ടോമേഷനകത്തുള്ളത്. അതിനകത്ത് ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ നിങ്ങൾ സ്മാർട്ട് ലൈറ്റ്നിങ്,
smart appliances, intrusion detections, smoke and gas detectors. ഇതൊക്കെയാണ് ആക്ച്വലി അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഏത് കാറ്റഗറൈസ് ചെയ്ത് ഡൊമൈനകത്ത് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഹോം ഓട്ടോമേഷൻ ആണെന്നത്. ഇത്രയേ ഉള്ളൂ എന്ത് ഡൊമൈൻ ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ ഹോം ഓട്ടോമേഷൻ ഈസ് എ domain of applications of IoT, and smart lighting, smart appliances, intrusion detection, smart detections are examples of or applications of home automation domain. ഇനി ഓരോ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് സ്മാർട്ട് ലൈറ്റിനിങ്. സ്മാർട്ട് ലൈറ്റിംഗ് അച്ചീവ് എനർജി സേവിങ് ബൈ സെൻസിങ് ദി ഹ്യൂമൻ മൂവ്മെൻറ്റ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്സ് and controlling the lights accordingly. സ്മാർട്ട് ലൈറ്റിംഗ് എന്ന് നമുക്കറിയാം, അതിൻ്റെ പേരിനകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആണ്. ലൈറ്റിൻ്റെ യൂസേജ് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ആക്ച്വലി ഒരു റൂമിനകത്തൊരു ലൈറ്റ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം, ആൾക്കാരുടെ പ്രസൻസും അറ്റ്മോസ്ഫിയറിൻ്റെ പാരാമീറ്റേഴ്സും. ഇപ്പം ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 6 PM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇരുടാവുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഡാർക്കാവുന്ന സമയത്ത് മാത്രം, നൈറ്റ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ലൈറ്റ് ഓൺ ചെയ്യുക. അത് അതിൻ്റെ നമുക്ക് ഇൻറ്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഭയങ്കര ഡാർക്കായിരിക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യാൻ ഹൈ ഇൻറ്റൻസിറ്റി മതി, അല്ലാത്ത സമയത്ത് നമുക്ക് ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ടെക്നോളജിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്മാർട്ട് ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീ ടെക്നോളജീസ് എന്തൊക്കെയാണ്? കീ ടെക്നോളജീസ് ഇവിടെ എഴുതി കണ്ടിട്ടില്ല. കീ എനേബിളിംഗ് ടെക്നോളജീസ് ഫോർ സ്മാർട്ട് ലൈറ്റിനിങ് എന്തൊക്കെയാണ്? സ്മാർട്ട് ലൈറ്റിനിങ് ഇൻക്ലൂഡ്സ് സോളിഡ് സ്റ്റേറ്റ് ലൈറ്റിനിങ് such as LED and IP enabled lights. Solid state lighting means സാധാരണ കൺവെൻഷണൽ ബൾബ് ആൻഡ് ട്യൂബ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഡിപ്പെൻഡിങ് ഓൺ LEDs, പോളിമർ LEDs ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. PLEDs, ഓർഗാനിക് LEDs ഒക്കെ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി പവർ കൺസംഷൻ കുറവാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻറ്റൻസിറ്റി വേരി ചെയ്യാൻ പറ്റും. കളർ വി ക്യാൻ കൺട്രോൾ ദി കളർ ഓഫ് ലൈറ്റ്. അപ്പം ഓരോരോ അറ്റ്മോസ്ഫിയറിന് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടുള്ള കളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വൺസ് നമ്മൾ IoTയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ട്ലി എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം സപ്പോസ് ലൈറ്റ് അതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഓണാണോ ഓഫാണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് IP enabled light. IP enabled lights എന്ന് പറഞ്ഞാൽ ഈച്ച് ഇൻഡിവിജ്വൽ ലൈറ്റ് ക്യാൻ ബി ഹാവിങ് an IP address and which may be connected to internet directly. അപ്പോൾ ഒരു ലൈറ്റിന് തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് എന്തായിരിക്കും, ഡിവൈസസ് ആയിരിക്കും. അതിന് നമുക്ക് ഓരോരോ IP അഡ്രസ്സസ് ഉണ്ടായിരിക്കും. ആ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പോസിബിൾ ആയിരിക്കും. സോ വൺസ് നമുക്ക് ഒരു ഡിവൈസ് ഇൻ്റർനെറ്റിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺട്രോൾ ദാറ്റ് ലൈറ്റ് യൂസിങ് റിമോട്ട് സെൻസിങ് ഡിവൈസ്. ഒരു റിമോട്ട് സെൻസിങ് ഡിവൈസ് അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിങ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻറ്റൻസിറ്റി ആൻഡ് ഓൺ ആൻഡ് ഓഫ് കണ്ടീഷൻസ് ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തിങ് ഈസ് വയർലെസ് എനേബിൾഡ് ആൻഡ് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ലൈറ്റ് ക്യാൻ ബി കൺട്രോൾഡ് റിമോട്ട്ലി ഫ്രം IoT ആപ്ലിക്കേഷൻസ് സച്ച് ആസ് മൊബൈൽ ഓർ വെബ് ആപ്ലിക്കേഷൻസ്. ഇതിനകത്ത് പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടോ IoT എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് സ്മാർട്ട് ലൈറ്റിനിങ്. Next is smart appliances. Once the home appliance is termed as smart, it can manage automatically.
ഒരു ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസ് നമുക്ക് സ്മാർട്ടാണെന്ന് പറയുകയാണെങ്കിൽ ആ ഡിവൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ എൻവയൺമെൻറ്റിലെ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്തിട്ട് അതിന് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിമോട്ട് സെൻസിൽ ഇരുന്നിട്ട് അതിൻ്റെ പാരാമീറ്റർ നമുക്ക് വാച്ച് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റും. ഫോർ എക്സാമ്പിൾ, സ്മാർട്ട് appliances make the management easier and provide status informations of applications to the users remotely. നമുക്ക് റിമോട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റാറ്റസ് വാച്ച് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, washer or dryer that can be controlled remotely and notify when the washing or drying cycle is complete. വാഷിംഗ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡ്രൈയിങ് കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഇൻഫോർമബിളായിരിക്കും. മനസ്സിലായി? ഇതാണ് സ്മാർട്ട് അപ്ലയൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓപ്പൺ റിമോട്ട് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം, ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ടു യൂസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ടു യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് പ്ലാറ്റ്ഫോം ഈസ് used to manage the building or home appliances using mobile or web applications. ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൊബൈലോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഹോം അപ്ലയൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഓപ്പൺ റിമോട്ട് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. വീട്ടിലെയോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലെയോ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി എന്ത് ഓപ്പൺ റിമോട്ട് എന്ന് പറഞ്ഞാൽ. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലുള്ള അല്ലെങ്കിൽ ബിൽഡിങ്ങിലുള്ള വേരിയസ് അപ്ലയൻസസിന് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈലോ ഒരു വെബ് ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 components. വൺ ഈസ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നത്, കൺട്രോളർ manages the scheduling and runtime integration between devices. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂളിംഗ് runtime integration എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസൈനർ allows or create both configuration of controller and user interface design. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡിസൈനർ എന്താ ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്യാൻ പറ്റും ഏതൊക്കെ ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് വരുമ്പോഴാണ് അത് ഓഫ് ചെയ്യേണ്ടത്, ഓൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസിറ്റിയിൽ ഇതാക്കേണ്ടത് എന്നൊക്കെയുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് കൺട്രോൾ പാനൽ, അതാണ് ആക്ച്വലി യൂസറിൻ്റെ കയ്യിലുണ്ടാകുന്നത്. അലോസ് ടു ഇൻട്രാക്ട് വിത്ത് ദി ഡിവൈസ് ആൻഡ് കൺട്രോൾ ദം. നമ്മുടെ കയ്യിലുള്ള മൊബൈലോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസോ യൂസ് ചെയ്തിട്ട്, അതാണ് ആക്ച്വലി കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോളർ മാനേജസ് ഏതിനടുത്താണ്ടാവുക, ഡിവൈസസിനടുത്താണ്ടാവുക. ഓക്കെ, സോ ഇതാണ് സ്മാർട്ട് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, സ്മാർട്ട് അപ്ലയൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഇപ്പം ഇതും ഹോം അപ്ലയൻസസിൻ്റെ ഒരു ഭാഗമാണ്. വീട്ടിലേക്ക് ആരെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രൂഷന് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നോർമലി an intrusion detection system uses a security camera and sensors to detect the presence of a unauthorized person and raise alert. ഒരു അലേർട്ട് ഉണ്ടാക്കി തരും. ഇപ്പോൾ ഒരാൾ അൺഓതറൈസ്ഡ് നമ്മളെ പെർമിഷൻ ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാമറ യൂസ് ചെയ്തിട്ട് അയാളുടെ പിക്ചറോ, അയാൾ തന്നെ ആവണമെന്നില്ല, നമ്മളെ പെർമിഷൻ ഇല്ലാതെ വരുന്ന ആരുടെ പിക്ചർ എടുക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്ത് തരും. അലേർട്ട് ഉണ്ട്, ഒരു സൗണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നമ്മൾ ഇൻഫോം ചെയ്യും. എങ്ങനെയാണ് ഇൻഫോം ചെയ്യുന്നത് നോക്കി നോക്കുക, ഏതൊക്കെ വേയിലാണ്. ദി ഫോം ഓഫ് അലേർട്ട് ക്യാൻ ബി ഇൻ ഫോം SMS. either it may be an SMS to our mobile, or it may be a mail, or an image graph from an image taken from the video camera and sent to an email as an email. നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജ് എന്ത് ചെയ്യും, നമ്മുടെ മൊബൈലിനകത്തേക്ക് സെൻഡ് ചെയ്യും അല്ലെങ്കിൽ ഇമെയിലിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഈ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് ബിലോങ്സ് ടു ഹോം ഓട്ടോമേഷൻ സിസ്റ്റം. ആ ഡൊമൈനകത്തേക്കായിരിക്കും എന്ത് ചെയ്യുക, ഇത് വരും. നെക്സ്റ്റ് വൺ
സ്മോക്ക് ആൻഡ് ഗ്യാസ് ഡിറ്റക്ടേഴ്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉള്ളതാണ് എന്ത്, സ്മോക്ക് ആൻഡ് ഗ്യാസ് ഡിറ്റക്ടേഴ്സ്. അപ്പം റിമോട്ട് പ്ലേസസിൽ ഇരുന്നിട്ട് ഗ്യാസ് ലീക്കേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സെൻസ് ചെയ്ത ഉടനെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. Smoke detectors are installed in home and buildings to detect the smoke and typically an early sign of fire. അപ്പം സ്മോക്ക് നോർമലി എന്തായിരിക്കും, ഒരു ഏർലി സ്റ്റേജ് ഓഫ് ഫയർ ആണെന്ന് പറയുന്നത്. അപ്പോൾ സ്മോക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനെ സ്മോക്കിനെ അല്ലെങ്കിൽ ഫയറിനെ നമുക്ക് ഇല്ലാതാക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് യൂസസ് ഒപ്റ്റിക്കൽ ഡിറ്റക്ഷൻസ്, അയോണൈസേഷൻ ഓർ എയർ സാമ്പിളിംഗ് ടെക്നിക്സ് ടു ഡിറ്റക്ട് ദി സ്മോക്ക്. എയർ ഒപ്റ്റിക്കൽ ഡിറ്റക്ഷൻസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സ്മോക്ക് ഡിറ്റക്ഷൻ എന്ന സാധനം പോസിബിളാണ്. വൺസ് ദി സ്മോക്ക് ഈസ് ഡിറ്റക്റ്റഡ് വി ക്യാൻ യൂസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു കൺട്രോൾ ദി ഫയർ. ഫയറിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ സ്മോക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ദി ഫോം ഓഫ് ദി അലേർട്ട് ക്യാൻ ബി ഇൻ ഫോം സിഗ്നൽസ് ടു സെൻഡ് ദി അലാം സിസ്റ്റം. ഒന്നുകിൽ അതെന്തായിരിക്കും, ഇൻഫോം ചെയ്യാൻ യൂസറിന് എൻ്റെ ഓണറിനെ ഇൻഫോം ചെയ്യാൻ പറ്റും. ഇൻഫോം ചെയ്യുന്നത് ഏത് രീതിയിലാവാം, മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു സിഗ്നൽ ആവാം, അല്ലെങ്കിൽ ഒരു അലാം, അങ്ങനത്തെ എന്തെങ്കിലും മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഗ്യാസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ LPG ഗ്യാസ് ഡിറ്റക്ട് ചെയ്യുന്നതും ഇതേപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻസ് ആണ്. ഗ്യാസ് ഡിറ്റക്ടർ ക്യാൻ ബി ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ഹാർംഫുൾ ഗ്യാസസ് സച്ച് എസ് കാർബൺ മോണോക്സൈഡ്, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPG ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതും ഹോം ഓട്ടോമേഷൻ്റെ ഡൊമൈനകത്ത് വരുന്ന അപ്ലിക്കേഷൻസാണ്. അപ്പം ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് സിറ്റീസ്. യൂസിങ് IoTs we can make the cities into smart. നമുക്ക് സ്മാർട്ട് സിറ്റി ആക്കി കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്മാർട്ട് സിറ്റി ആക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഓൾമോസ്റ്റ് എവറിത്തിങ്, ഓൾമോസ്റ്റ് all the applications of application done by cities are automated. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും സിറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ സിറ്റി ചെയ്യുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് നോക്കിയാൽ, സ്മാർട്ട് പാർക്കിംഗ്, സ്മാർട്ട് ലൈറ്റിനിങ് ഫോർ റോഡ്, സ്മാർട്ട് റോഡ്, structural health monitoring, surveillance, emergency response. These are the applications, or these are the applications belongs to cities, smart cities or smart cities domain, application domain. ഓരോന്നൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് സ്മാർട്ട് പാർക്കിംഗ്. ഇപ്പോൾ നോർമലി സിറ്റീസിലുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് എന്ത്, parking. To find out a proper parking space, it's very difficult to find out a proper parking space. So smart cities, in smart cities we can develop an application that finding the parking space in a building or a cities. ഇപ്പോൾ സിറ്റീസിനകത്തോ അല്ലെങ്കിൽ ക്രൗഡഡ് സിറ്റീസിനകത്തോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർക്കിംഗ് സ്പേസ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഇൻഫോം ചെയ്യുക, ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമ്മളൊരു പാർക്കിംഗ് സ്പേസിന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബിൽഡിങ്ങിൽ എവിടെ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നമ്മളെ ഇൻഫോം ചെയ്യാം. സ്മാർട്ട് പാർക്കിംഗ് മേക്സ് ദി സെർച്ച് ഓഫ് പാർക്കിംഗ് സ്പേസ് ഈസിയർ ആൻഡ് കൺവീനിയൻറ്റ് ഫോർ ഡ്രൈവർ. ഡ്രൈവർക്ക് എന്തായിരിക്കും, ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. ഇല്ലാതെ എന്ത് ഡ്രൈവർ ഫുൾ ടൈം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം പാർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട്. ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ദി നമ്പർ ഓഫ് എംപ്റ്റി പാർക്കിംഗ് സ്ലോട്ട്സ് ആൻഡ് സെൻഡ് ദി ഇൻഫർമേഷൻ ഓവർ ദി ഇൻ്റർനെറ്റ് ടു ദി സ്മാർട്ട് പാർക്കിംഗ് ആപ്ലിക്കേഷൻസ് വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദി ഡ്രൈവേഴ്സ് യൂസിങ് ദ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് ആൻഡ് കാർ നാവിഗേഷൻ സിസ്റ്റം. നമ്മളെ നാവിഗേഷൻ സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു സിറ്റീനകത്തുള്ള പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ എത്ര പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഓരോ ബിൽഡിങ്ങിൻ്റെ മുമ്പിലും എത്തുന്ന സമയത്ത് അവിടെ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണോ, എത്ര പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്, ഏത് ഫ്ലോറിലാണ് എന്നൊക്കെ കാണിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൊബൈൽ ഫോണിനകത്തേക്കോ അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റത്തിനകത്തേക്കോ എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. നാവിഗേഷൻ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റ്സിനോ സ്മാർട്ട് ഫോണിനോ എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്മാർട്ട് പാർക്കിംഗ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്.
Sensors are used for each parking slot to detect whether slot is empty or not, and this information is aggregated by local control and sent over the internet database. Actually ഇത് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ്ങിനകത്തുള്ളയും പാർക്കിംഗ് സ്പേസ് എന്ത് ചെയ്യും, സെൻസസ് സെൻസ് ചെയ്യും. ആ കളക്റ്റീവ് ഡാറ്റാസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നേരെ ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനകത്തേക്ക് സെൻഡ് ചെയ്യും. ഫ്രം ദ driver or owner can grab these informations. എന്നിട്ട് നമുക്ക് എന്താ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എവിടെ ഫ്രീ സ്ലോട്ട് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ സ്മാർട്ട് സിറ്റിക്കകത്തുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് വൺ സ്മാർട്ട് ലൈറ്റിംഗ് റോഡ്സ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ സേവിങ് എനർജി സേവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്സാണ്. സ്മാർട്ട് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റോഡിനകത്തുള്ള ലൈറ്റൊക്കെ എന്താ സ്മാർട്ടായിട്ട് കൺട്രോൾ ചെയ്യാം. സ്മാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മാർട്ടാവുക എന്ന് പറയുന്നത് എന്താ, ഓട്ടോമാറ്റിക്കലി അറ്റ്മോസ്ഫിയറിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അത് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അതാണ് ആക്ച്വലി സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്യുക, അതിന് കറക്റ്റായിട്ടുള്ള ഇൻറ്റൻസിറ്റിയിൽ മാത്രം ലൈറ്റ് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് എന്തായിരിക്കും, അത് ഓഫ് ആയിരിക്കും. സ്മാർട്ട് ലൈറ്റ് കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ് ക്യാൻ ബി കൺട്രോൾഡ് റിമോട്ട്ലി. അത് നമുക്ക് റിമോട്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. കസ്റ്റം ലൈറ്റിംഗ് കോൺഫിഗറേഷൻസ് ക്യാൻ ബി സെറ്റ് ഫോർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് സച്ച് എസ് ഫോഗി ഡേ, ഫെസ്റ്റിവൽ, അങ്ങനത്തെ കേസസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും റിമോട്ട് പ്ലേസിൽ ചെയ്തിട്ട്. ഫോഗി ഡേ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഓൺ ആക്കി വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് റോഡ് provides information on driving conditions, travel time estimates and alerts in case of poor driving conditions, traffic congestions and accidents. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. നമ്മളെ വെഹിക്കിളിനകത്തോ അല്ലെങ്കിൽ റോഡ്സിനകത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റ് ടൈം എത്രയാണ് എന്നുള്ളത്. സപ്പോസ് കണ്ടീഷൻസ് ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഭയങ്കര പൂർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചു തരാൻ പറ്റും, എസ്റ്റിമേറ്റ് ടൈം, നമ്മൾ ഡെസ്റ്റിനേഷനകത്ത് എത്താൻ പറ്റുന്ന ടൈം എപ്പോഴാണെന്ന് കാണിച്ചു തരാൻ പറ്റും. ട്രാഫിക് എത്രമാത്രം കൺജസ്റ്റഡ് ആണെന്ന് കാണിക്കാൻ പറ്റും. ആക്സിഡൻറ്റ്സ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ മുൻകൂട്ടി നമ്മളെ ഇൻഫോം ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്മാർട്ട് റോഡ്സ് എന്ന് പറയുന്നത്. സച്ച് ഇൻഫർമേഷൻസ് ക്യാൻ ഹെൽപ്പ് മേക്കിംഗ് ദ റോഡ്സ് സേഫർ ആൻഡ് help in reducing traffic jams. Information sensed from the road can be communicated via internet to cloud-based applications on social media and disseminated to drivers to subscribe such applications. അപ്പം റോഡിനകത്ത് കിട്ടുന്ന ഈ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യും. വൺസ് നമ്മൾ ക്ലൗഡിനകത്തേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനി ഡ്രൈവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, access these informations, and according to these informations a driver can plan its trip. ഡ്രൈവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. എത്ര ടൈമിൽ എത്താൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, എവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്. ഇത് വേറൊരു അപ്ലിക്കേഷനാണ്. നമുക്കൊരു ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ബ്രിഡ്ജസിൻ്റെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈബ്രേഷൻസ് മെഷർ ചെയ്യാൻ പറ്റും. സ്ട്രക്ചറൽ വൈബ്രേഷൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്നിട്ട് വൈബ്രേഷൻസൊക്കെ ഫുൾ ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ മെഷർ ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ബിൽഡിങ്ങിൻ്റെ ലൈഫ് കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബൈ അനലൈസിങ് ദി ഡാറ്റ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റക്ട് ക്രാക്സ്, മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺസ്, locate damage to the structure, and also calculate the remaining life of the structure. സ്ട്രക്ചറിനകത്ത് വരുന്ന ക്രാക്സ് കണ്ടുപിടിക്കാൻ പറ്റും, മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺസ് വരാണെന്നുണ്ടെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ദി ഡാമേജസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇൻഫോം ചെയ്യാൻ പറ്റും. ആൻഡ് കാൽക്കുലേറ്റ് ദി റിമൈനിങ് ലൈഫ് ഓഫ് ദി സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൻ്റെ റിമൈനിങ് ലൈഫ് എത്രയാണ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. യൂസിങ് സച്ച് സിസ്റ്റം അഡ്വാൻസ് വാർണിംഗ് ക്യാൻ ബി ഗിവൺ ഇൻ ദി കേസ് ഓഫ് ഇമ്മീഡിയറ്റ് ഫെയിലർ ഓഫ് ദി സ്ട്രക്ചർ. അപ്പം ഉടനെ ഒരു ഫെയിലർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് വാർണിംഗ് എന്ന് പറഞ്ഞ സാധനം ഇൻഫോം ചെയ്യാൻ പറ്റും, വാർണിംഗ് തരാൻ പറ്റും.
അത് ബ്രിഡ്ജസിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്ട്രക്ചേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും. നെക്സ്റ്റ് വൺ surveillance of the infrastructure, public transport and even events in cities is required to ensure safety and security. City-wide surveillance infrastructure comprising of large number of distributed and internet connected video surveillance camera can be created. ഓരോ the video feeds from surveillance camera can be aggregated in cloud-based storage solutions. Cloud-based video analysis applications can be developed to search patterns of specific events from a video feeds. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിനകത്തും ആകുന്നുണ്ട്. നമ്മൾ ട്രാഫിക്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റോഡ്സിൻ്റെ ഒക്കെ വീഡിയോ ഫുൾ ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, ആസ് വെൽ ആസ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലുള്ള ട്രാഫിക് ഇന്ന ഡേറ്റിൽ പെർഫോം ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സർവൈലൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര സിമ്പിളാണ്. ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. എമർജൻസി റെസ്പോൺസ് ഈസ് അനദർ application domain in the smart cities. IoT system can be used to monitoring the critical infrastructure cities such as building, gas and water pipelines, public transport and power stations. ഇതിനകത്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫുൾ ടൈം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്യാസ് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക, വാട്ടർ പൈപ്പ് ലൈൻ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, പവർ സബ് സ്റ്റേഷൻസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ അത് നേരത്തെ ഇൻഫോം ചെയ്യുക, കളക്റ്റഡ് ഡാറ്റ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുക, ഇൻഫോം ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇൻഫോം ചെയ്യാൻ പറ്റുക. യൂസിങ് ക്ലൗഡ് ബേസ്ഡ് ആർക്കിടെക്ചർ, മൾട്ടി മോഡൽ ഇൻഫർമേഷൻസ് സച്ച് എസ് സെൻസർ ഡാറ്റ, ഓഡിയോ, വീഡിയോ ഫീഡ്സ് ക്യാൻ ബി അനലൈസ്ഡ് ആൻഡ് നിയർ റിയൽ ടൈം ഡിറ്റക്ട് അഡ്വേഴ്സ് ഇവൻറ്റ്സ്. നമുക്ക് ഉടനെ വരാൻ പോകുന്ന മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതത് അതോറിറ്റിയെ എന്ത് ചെയ്യുക, ഇൻഫോം ചെയ്യുക. ദ അലേർട്ട് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് അലേർട്ട് സെൻഡ് ടു ദി പബ്ലിക്കിന് സെൻഡ് ചെയ്യേണ്ട രീതിയിലുള്ള അലേർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടെക്നിക്ക്. റൂട്ടിംഗ് ഓഫ് ട്രാഫിക്, നമുക്ക് ട്രാഫിക് റീറൂട്ട് ചെയ്യാൻ പറ്റും, അത് പെർഫോം ചെയ്യാൻ പറ്റും. ഇവാക്യുവേഷൻ ഓഫ് ദി അഫക്റ്റഡ് ഏരിയാസ്, ഒരു അഫക്റ്റഡ് ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നേരത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്തിട്ട് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂസ് വരുന്നതിന് മുമ്പേ നമുക്ക് ആക്ഷൻസ് ടേക്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. These are the applications belonging to smart cities. Next one is environment. Is another application domain. IoT applications for smart environments are weather monitoring system, weather monitoring, air pollution monitoring, noise pollution monitoring, forest fires detections, river flood detections. ഓരോന്നും നമുക്ക് നോക്കാം. Weather monitoring system. It collects data from the number of sensors attached such as temperature, humidity, pressure, etc. and send the data to the cloud-based application and store backends. The data collected in the cloud can be analyzed and visualized by cloud-based applications. വെതർ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും പ്രഷേഴ്സും ഒക്കെ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. ആൻഡ് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഒരു ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര ഹ്യൂമിഡിറ്റി വരാൻ ചാൻസ് ഉണ്ട്, നാളെ അടുത്ത ദിവസങ്ങളിൽ എന്തായിരിക്കും സിറ്റുവേഷൻസ്, എപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. വെതർ അലേർട്ട് ക്യാൻ ബി സെൻഡ് ടു ദി സബ്സ്ക്രൈബ്ഡ് യൂസേഴ്സ് ഫ്രം സച്ച് ആപ്ലിക്കേഷൻസ്. ഈ ആപ്ലിക്കേഷൻസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെതർ അലേർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. AirPi is a weather and air quality monitoring kit capable of recording and uploading information about temperature, humidity, air pressure, light levels, UV levels, carbon monoxide,
nitrogen dioxide and smoke level to the internet. ഇപ്പോൾ എയർപൈ എന്ന് പറഞ്ഞാൽ ഒരു കിറ്റ് യൂസ് ചെയ്തിട്ട്, അപ്ലിക്കേഷൻസ് കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും സാധനങ്ങൾ മെഷർ ചെയ്തിട്ട് ഇൻ്റർനെറ്റിനകത്തേക്ക് നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും. Next one is air pollution monitoring. IoT-based air pollution monitoring system can monitor emission of harmful gases by factories and automobile using gases and മെട്രോളജിക്കൽ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടറീസിനകത്ത് പുറത്ത് വിടുന്ന ഗ്യാസസിനെയും ഓട്ടോമൊബൈൽസിനകത്ത് വരുന്ന ഗ്യാസസിനെയൊക്കെ നമുക്ക് സെൻസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എത്രമാത്രം എയർ പൊല്യൂഷൻസ് ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റ് ചെയ്യാനല്ല ഇൻഫോം ചെയ്യാൻ പറ്റും. ദി കളക്റ്റഡ് ഡാറ്റ ക്യാൻ ബി അനലൈസ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ടു പൊല്യൂഷൻ കൺട്രോൾ അപ്രോച്ചസ്. അപ്പം അതിനെ അനുസരിച്ചിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾസൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡൽഹിയിലൊക്കെ നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ മുമ്പൊക്കെ ഭയങ്കര പൊല്യൂഷൻസ് ആയിരുന്നു. അവിടെ വെഹിക്കിൾസ് ഓഡ് നമ്പർ മാത്രം ഒരു ദിവസം യൂസ് ചെയ്യുക, ഈവൻ നമ്പർ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഡിസിഷനൊക്കെ എടുക്കേണ്ടത് വന്നത് അത്രയും എയർ പൊല്യൂഷൻസ് ഉള്ളതുകൊണ്ടായിരുന്നു. അതൊക്കെ ഇതേപോലത്തെ എൻവയോൺമെൻറ്റൽ എയർ പൊല്യൂഷൻ മോണിറ്ററിങ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് അവർ അങ്ങനെ ഡിസിഷനൊക്കെ എടുത്തത്. Noise pollution monitoring can help in generating noise map of a city. ഒരു സിറ്റിയിലുണ്ടാവുന്ന നോയ്സ് ജനറേറ്റ് ചെയ്യുന്ന മാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓരോ സിറ്റീസിലും എത്ര ഡെസിബിൾസ് ഓഫ് നോയ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ പോളിസി മേക്കർ ഇൻ മേക്കിംഗ് പോളിസീസ് ടു കൺട്രോൾ നോയ്സ് ലെവൽസ് നിയർ റെസിഡൻഷ്യൽ ഏരിയയിലും സ്കൂൾസിലും പാർക്കിൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യുക, നോയ്സ് ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് യൂസസ് എ നമ്പർ ഓഫ് നോയ്സ് മോണിറ്ററിംഗ് സെൻസേഴ്സ് ദാറ്റ് ആർ ഡിപ്ലോയ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ എ സിറ്റി. സിറ്റിയിലകത്ത് പല സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഈ മോണിറ്ററിംഗ് സിസ്റ്റം, നോയ്സ് മോണിറ്ററിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും, നോയ്സ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്തേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നോയ്സ് ഉള്ളത്, അതൊന്ന് റെഡ്യൂസ് ചെയ്യാനുള്ള എന്തൊക്കെ ഓപ്ഷൻസ് യൂസ് ചെയ്യാം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻസ് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലങ്ങോട്ട് പഠിച്ചതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ. ഇതും ഇതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പല ഏരിയയിൽ വെച്ചിരിക്കുന്ന മോണിറ്ററിങ് നോട്ട്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പല പാരാമീറ്റേഴ്സ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സെൻസ് ചെയ്തിട്ട് നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഫയർ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വൺസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ടേക്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഫയർ ക്യാൻ ഹെൽപ്പ് ഇൻ മിനിമൈസിങ് ദി ഡാമേജ് മിനിമൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏർലി ഡിറ്റക്ഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. River flood detections. We can detect the flood situations in a river and make an alarm to the people living near the river. അപ്പം റിവറിനടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും ഫ്ലഡ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ. IoT based river flood monitoring system uses a number of sensors nodes that monitor the water level using ultrasonic sensors and flow rate using velocity sensors. ലെവൽ നമ്മൾ അൾട്രാസോണിക് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടും ഫ്ലോ റേറ്റ് വെലോസിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് അതിനകത്തൊരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോം ചെയ്യാൻ പറ്റും. ഡാറ്റ ഫ്രം ദീസ് സെൻസേഴ്സ് അഗ്രിഗേറ്റഡ് ഇൻ എ സെർവർ or in the cloud monitoring applications raise alerts when rapid increases in the water level of flow or detected. ഒരു വലിയ ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഫ്ലോ റേറ്റിലോ അല്ലെങ്കിൽ ലെവലിലോ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യും. നെക്സ്റ്റ് കാറ്റഗറീസ് എനർജി domain applications are IoT applications for smart energy systems are smart grid, renewable energy systems and prognostics. Smart grid technology provides predictive information and
recommendations to utilize their supplies and the customers on the how best to manage power. ഒരു പവർ എങ്ങനെ, അതായത് ഒരു പെർട്ടിക്കുലർ ജനറേറ്റ് ചെയ്യുന്ന പവർ എത്ര സ്മാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എത്ര സ്മാർട്ടായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഗ്രിഡ് കളക്ട് ദി ഡാറ്റ റിഗാർഡിങ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും, ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി കൺസംഷൻ നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്യുപ്മെൻറ്റ്, ഹെൽത്ത് ഡാറ്റ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ബൈ അനലൈസിങ് ദി ഡാറ്റ, പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് കൺസംഷൻ ഓഫ് സ്മാർട്ട് ഗ്രിഡ് ക്യാൻ ഇംപ്രൂവ് ദി എഫിഷ്യൻസി ത്രൂ ഔട്ട് ദി ഇലക്ട്രിക് സിസ്റ്റം. നമ്മൾ എത്ര പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിഷനകത്ത് എത്ര എറർ വരുന്നുണ്ട്, കൺസംഷൻ എത്ര വരുന്നുണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് എറേഴ്സ് ഉള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പവർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് സ്മാർട്ട് ഗ്രിഡ് ഡാറ്റ ഇൻ ദി ക്ലൗഡ് ക്യാൻ ഹെൽപ്പ് ദി ഡൈനാമിക് ഓപ്റ്റിമൈസേഷൻ ഓഫ് സിസ്റ്റം ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ് ആൻഡ് പ്ലാനിങ്. മെയിൻ്റനൻസും പ്ലാനിങ്ങും, അപ്പം അടുത്ത ഈ ഡ്രൈ സീസണിൽ എത്ര വാട്ടർ നമുക്ക് വേണം, എത്ര പവർ നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യേണ്ടി വരും, നൈറ്റ്സിൽ നമ്മൾ എത്ര യൂസ് ചെയ്യേണ്ടി വരും, ഡേ ടൈമിൽ നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. എല്ലാ പവർ പ്ലാന്റിനകത്തും ആക്ച്വലി ഇങ്ങനെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത് ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മോസ്റ്റ് പ്രോബബ്ലി ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് അതിൻ്റെ ഓതറൈസ്ഡ് പീപ്പിൾസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Conditions monitoring data collected from power generation and transmission system can help detecting faults and predicting outages. നമ്മൾ ഫോൾട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും നമ്മുടെ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ വരുന്ന പവർ കൺസംഷനൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, സ്മാർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. റിന്യൂവബിൾ എനർജി സിസ്റ്റം. ഡ്യൂ ടു ദി വേരിയബിലിറ്റി in the output from renewable energy source such as solar and wind. Actually renewable energy source ആയിട്ടുള്ള സോളാർ ആണെങ്കിലും വിൻഡ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് തന്നെ സാധനം ആക്ച്വലി കോൺസ്റ്റൻ്റ് അല്ല. അത് എന്തിനെ ഡിപ്പെൻഡ് ആയിരിക്കും, സോളാർ ആണെങ്കിൽ നമ്മളെ ലൈറ്റ് ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ആയിരിക്കും, വിൻഡ് ആണെന്നുണ്ടെങ്കിൽ വിൻഡിൻ്റെ പവർ പോലെ ഇരിക്കും. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ഗ്രിഡിലേക്ക് സെൻഡ് ചെയ്യുന്ന സാധനം എന്തായിരിക്കത്തില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എത്രയാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിന്യൂവബിൾ സോഴ്സിനകത്ത് നിന്ന് കിട്ടുന്ന എനർജി ഗ്രിഡിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. IoT based system integrated the transformer at the point of interconnection measures the electrical variables and how much power is fed to the grid. എത്ര പവറാണ് നമ്മൾ ഗ്രിഡിനകത്തേക്ക് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെ മെഷർ ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്ന പവറിൻ്റെ പാരാമീറ്റേഴ്സ്, ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് മുഴുവൻ മെഷർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടു എൻഷുർ ദി ഗ്രിഡ് സ്റ്റെബിലിറ്റി, ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ സൊല്യൂഷൻ ഈസ് സിംപ്ലി കട്ട് ഓഫ് ദി പവർ പ്രൊഡക്ഷൻസ്. പവർ ഒരു പെർട്ടിക്കുലർ ലെവലിന് എബോവ് ആണോ ബിലോ ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും, കോൺസ്റ്റൻ്റ് ആണോ എത്രയാണെന്നൊക്കെ അത് നോക്കാൻ പറ്റും. അതിനെ നോക്കിയിട്ട് ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പവർ ജനറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ പവർ കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫെസിലിറ്റി നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Prognostics. IoT-based prognostic real-time health management system can predict performance of machines of energy systems by analyzing the extent deviations of system from its normal operating profiles. അപ്പം എനർജി സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസിൻ്റെ നോർമൽ ഓപ്പറേറ്റിംഗ് പ്രൊഫൈലിനകത്ത് നിന്ന് വേരിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോം ചെയ്യാൻ പറ്റും. മനസ്സിലാണ്ട് പറയുന്നത്, ഈ ഇലക്ട്രിക്കൽ പവർ ജനറേഷനകത്താണെന്നുണ്ടെങ്കിലും ഏത് പവർ ജനറേഷനകത്താണെന്നുണ്ടെങ്കിലും പവർ ജനറേറ്റ് ചെയ്യുന്ന മെഷീൻസിനകത്താണെന്നുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യുന്ന മെഷീൻസിനകത്താണെന്നുണ്ടെങ്കിൽ നോർമൽ ഓപ്പറേറ്റിംഗ് പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ, ആ പ്രൊഫൈലിനകത്ത് നിന്ന് ഡിവിയേറ്റ് ചെയ്യുന്ന സമയത്ത്
അത് ഇൻഫോം ചെയ്ത് അത് ശരിക്കും ഇൻഫോം ചെയ്യുന്നതിൻ്റെ റീസൺസ് കഴിഞ്ഞാൽ എൻ്റയർ ഒരു ഫെയിലിയർ ഉണ്ടാകുന്നതിന് മുമ്പേ എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യാൻ പറ്റും, നമുക്കത് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റും, അത് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യും. In the systems such as power grid, real-time information is collected using specialized electrical sensors called phasor measurement units. PMU യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ പവർ ഗ്രിഡിനകത്തുള്ള റിയൽ ടൈം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അനലൈസിങ് ദി മാസീവ് എമൗണ്ട് ഓഫ് മെയിൻ്റനൻസ് ഡാറ്റ collected from the sensors in an energy system, and the equipment can provide predictions for impending failure. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഫെയിലിയർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈവൻ ഒരു ചെറിയ സബ്സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ആക്ച്വലി ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്ത് വെക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. OpenPDC is a set of applications for processing or streaming time series data collected from the PMU in real time. അത് OpenPDC എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആപ്ലിക്കേഷനാണ് ഫോർ പ്രോസസ്സിങ് സ്ട്രീമിങ് ടൈം സീരീസ് ഡാറ്റ. ഇതിനകത്ത് നിന്ന് PMUവിനകത്ത് വരുന്ന റിയൽ ടൈം ഡാറ്റാസ് പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ആക്ച്വലി OpenPDC പറയുന്നത്. Next domain is retail. IoT applications in smart retail systems are inventory management, smart payments, smart vending machines. അത് കണ്ടിട്ടുണ്ടാവും. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. പല മോളിനകത്തും കാണാൻ നിങ്ങൾക്ക് നമ്മുടെ പല പ്രോജക്റ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ബാസ്ക്കറ്റിനകത്ത് ഇടുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാഗിനകത്ത് ബാസ്ക്കറ്റിനകത്ത് എത്ര സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കോസ്റ്റ് പ്രിൻ്റ് ചെയ്ത് ബില്ല് ചെയ്യാൻ പറ്റും. അതിനാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ സ്റ്റോറിനകത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം. IoT system using radio frequency identification, RFID ടാഗ്സ് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദി റൈറ്റ് ഇൻവെൻട്രി ലെവൽസ്. ഇപ്പം സ്റ്റോക്കിനകത്ത് ഇപ്പം 10 സാധനങ്ങളുണ്ടെന്നായിരിക്കാം. ഫോർ എക്സാമ്പിൾ 10 മൊബൈൽസ് ഉണ്ടെന്നായിരിക്കാം. അത് ഒരു മൊബൈൽ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിനകത്ത് എന്താവും, 9 ആവും. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ 9 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ RFID സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ല, മോളിനകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബാസ്ക്കറ്റിനകത്തേക്ക് ഇടുന്ന സമയത്ത് തന്നെ സ്റ്റോക്കിനകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്യും, നമ്മുടെ ക്രെഡിറ്റിനകത്തേക്ക് ഓരോന്ന് ആഡ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റം. അത് നമ്മൾ RFID യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. RFID ടാഗ്സ് attached to the product allow them to track in real time, so the inventory levels can be determined accurately, and products which are low on stock can be replenished. നമുക്ക് സ്റ്റോക്കിനകത്തുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ട്രാക്കിംഗ് ക്യാൻ ബി ഡൺ യൂസിങ് RFID readers attached to the retail store shelves or in the warehouse. വെയർഹൗസിനകത്തുള്ള സാധനങ്ങളുടെ മേലെ വെച്ചിട്ടുള്ള RFID യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ സാധാരണ കോളേജസിനകത്ത് ചെയ്യുന്ന പ്രോജക്ട്സാണ്, BSc ലെവൽ പ്രോജക്ട്സാണ് നമ്മൾ ചെയ്യുന്നത്. സ്മാർട്ട് payments solutions such as contactless payments power technology such as NFC യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ കാർഡിനകത്തൊക്കെ കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് നടത്തുന്നില്ലേ, അതൊരു ആപ്ലിക്കേഷനാണ്. NFC എന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. NFC അതോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ യൂസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ പറ്റില്ല. കസ്റ്റമർ ക്യാൻ സ്റ്റോർ ദി ക്രെഡിറ്റ് ഇൻഫർമേഷൻസ് ഇൻ ദർ NFC enabled smartphone and make payments by bringing the smartphone near the point of sale terminal. സെയിൽ ടെർമിനലിനകത്ത് ഇരുന്നിട്ട് അതിൻ്റെ അടുത്തുള്ള പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ആപ്ലിക്കേഷൻസൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്താൽ മാത്രം മതി, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇനി സ്മാർട്ട് വെൻഡിങ് മെഷീൻ എന്ന് പറയാം. ഇപ്പം നമ്മുടെ കോഫി മെഷീൻ കണ്ടിട്ടില്ലെങ്കിൽ സ്മാർട്ട് വെൻഡിങ് മെഷീൻസ് കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ് അലോ റിമോട്ട് മോണിറ്ററിംഗ് ഓഫ് ഇൻവെൻട്രി ലെവൽസ്, elastic pricing of products,
പ്രൊമോഷൻസ് ആൻഡ് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് യൂസിങ് NFC. ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് സാധനങ്ങൾ എടുക്കാം. സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി ഇൻവെൻട്രി സിസ്റ്റത്തിനകത്ത്, അതായത് നിങ്ങളുടെ വെയർ ഹൗസിനകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്റ്റോക്കിനകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി സ്മാർട്ട് വെൻഡിങ് മെഷീൻസിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് ഇപ്പം പൈസ ഇട്ടിട്ട് നിങ്ങൾ കോഫി മെഷീൻസൊക്കെ യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല, അതേപോലെ തന്നെ. Logistics, another domain applications, domain of IoT applications. IoT applications for smart logistics systems are fleet tracking, shipment monitoring, remote vehicle diagnostics. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ജസ്റ്റ് നമുക്ക് ഓടിച്ചിട്ട് പോകാം. ഫ്ലീറ്റ് ട്രാക്കിംഗ്, വെഹിക്കിൾ ഫ്ലീറ്റ് ട്രാക്കിംഗ് സിസ്റ്റം യൂസസ് GPS ടെക്നോളജി യൂസ് ചെയ്തിട്ട് വെഹിക്കിളിനെ മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ലൊക്കേഷൻസ് എവിടെയാണ് അറ്റ് പ്രസൻറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ക്ലൗഡ് ബേസ്ഡ് ഫ്ലീറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ക്യാൻ ബി സ്കെയിൽഡ് അപ്പോൾ ഡിമാൻഡ് ഓൺ ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് വെഹിക്കിൾസ്. ഒരുപാട് വെഹിക്കിൾസിൻ്റെ ലാർജ് നമ്പർ വെഹിക്കിൾസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റം ആ വെഹിക്കിൾസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന GPS ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അറ്റ് പ്രസൻറ്റ് അത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ റൂട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. The vehicle locations and routes data can be aggregated and analyzed for detecting bottlenecks and the supply chain such as traffic congestion on roads, assignments and generation alternative routes and supply chain optimization. ഇതൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഇവരെ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണ് ട്രാഫിക് ബ്ലോക്ക് വരാനുള്ള ചാൻസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീറൂട്ട് ചെയ്യുന്നത് എവിടെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലീറ്റ് ട്രാക്കിങ്ങിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഷിപ്മെൻറ്റ് മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് ചെയ്തതിൻ്റെ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഷിപ്മെൻറ്റ് മോണിറ്ററിങ് സൊല്യൂഷൻസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അലൗ മോണിറ്ററിങ് ദി കണ്ടീഷൻ ഇൻസൈഡ് എ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിനകത്തുള്ള സംഭവങ്ങളെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ കണ്ടെയ്നർ ക്യാരിങ് ഫ്രഷ് ഫുഡ് produce can be monitored to prevent spoilage of food. ഒരു കണ്ടെയ്നറിനകത്തേക്കുള്ള ഫ്രഷ് ഫുഡ് അതിൻ്റെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് ഡാമേജ് ആവാനായോ സ്പോയിൽ ആകാനായോ ഒക്കെയുള്ള സിറ്റുവേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. IoT based shipment monitoring uses sensors such as temperature, pressure, humidity to monitor the conditions inside the containers and send the data to the cloud where can be analyzed to detect the food spoilage. നമുക്ക് റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടെയ്നറിനകത്തുള്ള ഫുഡിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിൻ്റെ സ്പോയിലേജ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. Another application is remote vehicle damage. It can detect fault in the vehicles or warn of immediate faults, impending faults. അപ്പം ഭാവിയിൽ വരാൻ പോകുന്ന ഫോൾട്ട്സ് എന്താണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെഹിക്കിളിനെ ഡിറ്റക്ട് ചെയ്തിട്ട് വെഹിക്കിളിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. വെഹിക്കിളിൻ്റെ ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യുക, എന്നിട്ട് ആ ഫോൾട്ട് യൂസ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഫോൾട്ട് എന്തൊക്കെയാണെന്ന്, ഫെയിലേഴ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വലി അനദർ application. These diagnostic system uses onboard IoT devices for collecting data on vehicle operations such as speed, engine RPM, coolant temperature, fault code number and status of various vehicles subsystems. സിസ്റ്റത്തിനകത്തുള്ള വെഹിക്കിളിനകത്തുള്ള സബ്സിസ്റ്റത്തിൻ്റെ എല്ലാ ഫോൾട്ട് കോഡ് നമ്പറും കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചറും എൻജിൻ്റെ RPM സ്പീഡൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. സെൻഡ് ചെയ്തിട്ട് IoT ഇതിനകത്തുള്ള ഓൺബോർഡ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് IoT ഡിവൈസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. സെൻഡ് ചെയ്ത സാധനങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. അനലൈസ് ചെയ്തിട്ട് നമുക്ക് വരാൻ പോകുന്ന ഫോൾട്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യിക്കാൻ പറ്റും. നെക്സ്റ്റ് ഡൊമൈൻ ഇസ് അഗ്രികൾച്ചർ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്മാർട്ട് ഇറിഗേഷൻ, ഗ്രീൻ ഹൗസ് കൺട്രോൾ. സ്മാർട്ട് ഇറിഗേഷൻ system can improve
ക്രോപ്പ് yield while സേവിങ് വാട്ടർ സേവ് ചെയ്യാൻ പറ്റും, നമ്മളെ ഇറിഗേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മൾ വളർത്താൻ പോണ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോണ കൃഷി ഭയങ്കര യൂസ്ഫുൾ ആകാൻ പറ്റും. Smart irrigation system uses IoT device with soil moisture sensors to determine the amount of moisture on the soil and release the flow of water through the irrigation pipes only when the moisture level go below a predefined threshold. ഒരു predefined threshold ചോടെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വാട്ടറിങ് പോസിബിൾ ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. Greenhouse control temperature, humidity, soil moisture, light and carbon dioxide level that are monitored in a sensors, and climatological conditions that are controlled automatically using actuation devices. അപ്പോൾ ഇതൊക്കെ ഹ്യൂമിഡിറ്റി, സോയിൽ മോയ്സ്ചർ, ലൈറ്റ്, ഇതൊക്കെ കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽ, ഇതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ലെവലിന് ഇടയിൽ മാത്രം ആ ത്രഷോൾഡ് ലെവലിനുള്ളിലാക്കി നിർത്തിയിട്ട് കൺട്രോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇത് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. IoT system plays an important role in greenhouse control and help in improving productivity. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. The data collected from various sensors is stored in a centralized servers or in a cloud, where analysis is performed to optimize the control strategies and also correlated to productivity with the different control strategies. ഈ ക്ലൗഡിനകത്ത് കിട്ടുന്ന ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. And next one is industry applications, machine diagnosis and indoor air quality monitoring. മെഷീൻ ഡയഗ്നോസ്റ്റിക്സ് ഒരു ഇൻഡസ്ട്രിയിലുള്ള മെഷീൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പെർഫോമൻസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇനി നിയർ ഫ്യൂച്ചറിൽ വരുന്ന ഫോൾട്ട് എന്തൊക്കെയാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫെയിലിയർ എപ്പോൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്തിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സാധനങ്ങളെയും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട്. ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിങ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ ഇൻഡസ്ട്രിയുടെ ഒരുപാട് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടുത്തെ എയർ ക്വാളിറ്റി മെഷർ ചെയ്തിട്ട് നമുക്ക് എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ത്രഷോൾഡിന് മേലാണെങ്കിൽ ആ ക്വാളിറ്റി ഇൻഫോം ചെയ്യാൻ പറ്റും. അതുവരെ നമുക്ക് പോസിബിളാണ്. Health and lifestyle, I think this is the last domain of applications. Health and fitness monitoring നമ്മൾ ഈ IoT സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് വേറബിൾ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് മോണിറ്ററിംഗ് എന്ന വേറബിൾ IoT device allows continuous monitoring of physiological parameters such as blood pressure, heartbeat, body temperature, etc. that can help continuous health and fitness monitoring. It can analyze the collected healthcare data to determine any health conditions or anomalies. നമുക്ക് കിട്ടുന്ന ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്യാം, നമുക്കത് സെർവറിനകത്ത് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. ദി വെയറബിൾ ഡിവൈസ് can be in various forms such as belt, wristband ആയിട്ടോ ബെൽറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ അടുത്താണ് വെയറബിൾ ഇലക്ട്രോണിക്സ് സച്ച് as wearable gadgets, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഗ്ലാസ്സസ്, റിസ്റ്റ്ബാൻഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ. ഇതൊക്കെ കുറേ നമ്മളെ ഇൻഫർമേഷൻസ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലൗഡ് ഇൻഫോം ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് IoT domains or applications belongs to different